Hi friends, interview training program in the next class അത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷാണ്. ഈ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ദേ വിൽ ആസ്ക് ഹംറ്റീൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും. അതൊക്കെ തന്നെ തിയററ്റിക്കൽ പാർട്ട് ആയിരിക്കില്ല, പ്രാക്ടിക്കൽ ഏരിയയിൽ നിങ്ങൾ പ്രാക്ടീസ് സൈഡ് എന്ത് ചെയ്യും എന്നാണ്. യു മസ്റ്റ് നോ ദ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മെത്തേഡ്സ് എന്താണെന്ന് പറയും, പിന്നെ പ്രോബ്ലമായ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഇതാണ് നമ്മൾ മെത്തഡോളജി പാർട്ട് ചെയ്യാൻ പോകുന്നത്. നോക്കാം, വാട്ട് ഈസ് മെത്തേഡ്. മെത്തേഡ് ഈസ് എ വേ ഓഫ് ഡൂയിങ് തിങ്സ് ആണ്. ദെൻ വാട്ട് എവർ ഡു ഇറ്റ് ഇൻ പർട്ടിക്കുലർ വേ സോ ദാറ്റ് വി അച്ചീവ് ഡിസൈഡ് റിസൾട്ട്സ്. ഇപ്പോൾ ലെക്ചർ മെത്തേഡ് ആണെങ്കിൽ കോണ്ടൻറ്റ് ബേസ്ഡ് സബ്ജക്ട്സ് ആയിരിക്കും. Suitable language skills based on subjects. Skills can be mastered only by practice. Skills can be mastered only by practice. Then method is a way of doing things. Whatever we do it in a particular way so that we achieve desired result. See, lecture method, content based subjects, suitable language skills, based subjects, skill can be mastered only by practice. Remember that. ഇതാണ് മെത്തേഡ്സിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത്. അടുത്ത് നോക്കാം. In 1930, psychology and English could be used for improving the quality of classroom teaching in the classrooms. ഇപ്പം 1930s ഈ രംഗത്ത് വലിയ റവല്യൂഷൻ നടക്കുന്നത്. അതായത് സെക്കൻഡ് വേൾഡ് വാറിന് തൊട്ട് മുമ്പ്. In 1930s, psychology and linguistics, social science, psycholinguistics could be used. Psychology and linguistics could be used for improving the quality of classrooms, teachings in the classroom, quality of classroom teaching and teaching in the classrooms. Teaching strategy, psychology and linguistics are blended. അതാണ് 1930s പ്രത്യേകത. There are three different views of language. ഒന്ന് the structuralist view ആണ്. Next one is functionalist view. Third one is internationalist views. Language teaching is a big industry. ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു വലിയ മേഖലയാണ്. രമാകാന്ത് അഗ്നിഹോത്രി പറഞ്ഞത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു. ELT. ഇപ്പോൾ ELT എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ അക്വയർ ചെയ്യുന്നു, സെക്കൻഡ് ലാംഗ്വേജ് ലേണേഴ്സിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഏതാണൊരു ഫുൾ പ്രൂഫ് മെത്തേഡ്, ഇന്ന് വരെ അത് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പല സ്ട്രാറ്റജികളും അപ്ലൈ ചെയ്യുന്നു. ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നത് മറ്റു സ്ഥലത്ത് നിങ്ങൾ ശരിയായിക്കോണമെന്നില്ല. അപ്പോൾ there are three different views of language. ഒന്ന് സ്ട്രക്ചറലിസ്റ്റ് വ്യൂ ആണ്, സ്ട്രക്ചറലിസം. അത് ബേസ്ഡ് ഓൺ ബിഹേവിയർ സൈക്കോളജി. അനദർ ഈസ് ഫങ്ഷണലിസ്റ്റ് വ്യൂ ആൻഡ് ദ തേർഡ് വൺ ഈസ് ഗ്ലോബൽ ഇൻ്റർനാഷണൽ വ്യൂസ്. ദീസ് ആർ ത്രീ വ്യൂസ് ഓഫ് ലാംഗ്വേജ്. വ്യൂസ് ഓഫ് ലാംഗ്വേജ്. ദെൻ ദ സ്ട്രക്ചറലിസ്റ്റ് വ്യൂ നോക്കാം. let us discuss സ്ട്രക്ചറലിസ്റ്റ് വ്യൂ. സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ച് എന്ന് പറയും. സ്ട്രക്ചറലിസം എന്ന് പറയും സ്ട്രക്ചർ. ദാറ്റ് ഈച്ച് ലാംഗ്വേജ് ഹാസ് എ യുണീക്ക് സ്ട്രക്ചർ. സ്ട്രക്ചറലിസ്റ്റ് വ്യൂ ഈസ് ദാറ്റ് they argued that each language has a unique structure which is formed by combining different elements at various levels. Phonemes at phonological level, morphemes at morphological level, and classes, phrases at the grammatical level, syntactical level. ഇതാണ് അപ്രോച്ച്. അതായത് ഓർമ്മിക്കണം, സ്ട്രക്ചറലിസ്റ്റ് വ്യൂ ഈസ് ദാറ്റ് each language has unique structure, and this unique structure is formed by combining different elements, language elements at various levels, phonemes at the phonological level, morphemes അതായത് ലാംഗ്വേജ് ആണെങ്കിൽ ഫോണോളജി പഠിക്കുന്നു, ഫോണോളജി
then morphology, morphemes, then phrases, structure, syntax. So classes. From on a morphological level and classes, phrase at the big grammatical level. Third one is syntax or grammar. Syntax means structure of the language. There are grammatical operations. There are some grammatical operations like adding, shifting and substituting, etc., which make a meaningful combination of these units. Which make a meaningful combination of these three units: phonology, morphology and syntax. But language takes place in a meaningful discourse. അതായത് മീനിങ്ഫുൾ ഡിസ്കോഴ്സിൽ മാത്രമാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. അതാണ് മീനിങ്ഫുൾ ഓഫ് ദീസ്, വിച്ച് മേക്ക് എ മീനിങ്ഫുൾ കോമ്പിനേഷൻ ഓഫ് ദീസ് യൂണിറ്റ്സ്: ഫോണോളജി, മോർഫോളജി ആൻഡ് സിൻടാക്സ്. ഇതാണ് സ്ട്രക്ചറലിസ്റ്റ് വ്യൂ. അപ്പോൾ സ്ട്രക്ചറലിസ്റ്റ് വ്യൂ ഈസ് ദാറ്റ് language has a unique structure. The language has a unique structure. This structure is formed by phonology, morphology and syntax. And the combination of threes, adding, shifting and substituting, which makes a meaningful combination of these three units. ഇതാണ് സ്ട്രക്ചറലിസ്റ്റ് വ്യൂ. ഇത് ഞാൻ ആമുഖമായി പറയുകയാണ്. ഇതൊന്നും ചോദ്യമൊന്നും ഉണ്ടാകില്ല. നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ചോദ്യങ്ങൾ ക്ലാസ് ശേഷം എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓഡിയോ ലിങ്കൽ മെത്തേഡ് എന്താണ്, അല്ല വിച്ച് മെത്തേഡ് ഈസ് നോൺ ആസ് ആർമി മെത്തേഡ്, അല്ലെ കമ്മ്യൂണിക്കേറ്റ് ഗ്രാമർ കം ട്രാൻസ്ലേഷൻ മെത്തേഡിൽ എന്തുമാത്രം നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു, ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസാണ്, പ്രാക്ടിക്കൽ സൈഡ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. അടുത്ത് നോക്കുക, ഫങ്ഷൻ. ആദ്യത്തെ പറഞ്ഞ സ്ട്രക്ചറൽ അപ്രോച്ച്, സ്ട്രക്ചറൽ വ്യൂ. സ്ട്രക്ചറൽ വ്യൂവിൽ ഫോണോളജി, മോർഫോളജിയും സിൻടാക്സും ആഡിങ്ങും സബ്സ്റ്റിറ്റ്യൂട്ടിങ്ങും നടത്തുന്നു. എല്ലാ ലെവലിലും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നു. അതാണെന്ത് സ്ട്രക്ചറൽ വ്യൂ ഓഫ് ദ ലാംഗ്വേജ്. അതായത് ദർ ആർ ത്രീ വ്യൂസ്. ഒന്ന് സ്ട്രക്ചറൽ വ്യൂ ആണ്, സെക്കൻഡ് വൺ ഈസ് ഫങ്ഷണൽ വ്യൂ, തേർഡ് വൺ ഈസ് ഇൻ്റർനാഷണൽ വ്യൂ അല്ലെങ്കിൽ ഗ്ലോബൽ വ്യൂ എന്ന് പറയുന്നു. ഫങ്ഷണൽ ലാംഗ്വേജ്, ഫങ്ഷണൽസ് ലാംഗ്വേജ് ഈസ് എ ടൂൾ ഫോർ ദ എക്സ്പ്രഷൻ ഓഫ് ഫങ്ഷണൽ മീനിങ്. It's a tool for the expression of functional meaning. They emphasize the meaning and communicate dimensions rather than grammatical form. Rather than grammatical form. Functional language, they teach language that functions. They do not teach the basic rules and theory of grammar. So, functionalist language is a tool for the expression of functional meaning. See, they emphasize what the meaning and communicative dimensions. They give importance to communicative dimensions rather than grammatical form. Child must be able to communicate to meet the challenges of the world. അവിടെ മിസ്റ്റേക്സ് ഒന്നും വരുന്ന പ്രശ്നമല്ല. He must be able to express his ideas. Functionalist gives importance to the not the form but the function. Function ആണ് അവിടെ മീനിങ്. ലാംഗ്വേജ് യൂസ് ചെയ്യാൻ കുട്ടി കഴിയണം. ഇതാണ് ഫങ്ഷണലിസ്റ്റ് വ്യൂ. ടൂൾ ഫോർ ദ എക്സ്പ്രഷൻ ഓഫ് ഫങ്ഷണൽ മീനിങ്. They emphasize on meaning and communicative dimensions rather than grammatical form. They emphasize communicative meaning and communicative dimensions. Next one is internationalist view. Language is used as a tool for communication. Language is used as a tool for communication. It is used to establish, effect impersonal relations and social transactions between individuals. See, international view is that language is used as a tool for communication. See, in functionalist view, we give importance to meaning and communicative dimensions rather than grammatical precision, grammatical form. But in internationalist view or global view, language is used as a tool for communication. Then it is used to establish,
effect impersonal relationships and social transaction between individuals. Social interactions. Transactions between individuals. Social transaction between individuals. And see, effect impersonal relations. ഇതാണ് ഇൻ്റർനാഷണൽ വ്യൂ. ദെൻ ഇനി നോക്കാം ഡിറക്റ്റ് മെത്തേഡ്സ് നോക്കാം. ഡിറക്റ്റ് മെത്തേഡ് എന്താണ്? എ ഫ്യൂ ടീച്ചേഴ്സ് ഹു ട്രെയിൻ ദിസ് മെത്തേഡ്. ഇത് ഇപ്പം ആണെങ്കിൽ ഈ മെത്തേഡ് വളരെ കുറച്ച് അധ്യാപകർ മാത്രം ട്രെയിൻ ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ ദേ യൂസ് എവറി ഡേ വൊക്കാബുലറി ആൻഡ് സ്ട്രക്ചർ. ഡിറക്റ്റ് മെത്തേഡ് they use everyday vocabulary and structure. Grammar taught by situations. In direct method, grammar taught by situations. Then, use of many new items in the same lesson to make language sound natural and to encourage normal conversation. That's direct method. Mother tongue is not used. See, in many items, make language sound natural. They have importance to RP. Direct method gives importance to what? RP, received pronunciation. Natural, sound natural, and to encourage normal conversation. Oral teaching of grammar vocabulary. Grammar illustrates through visual presentations. ഇതാണ് direct methodന്റെ പ്രത്യേകത. ഇനി next. Extensive listening, imitation until forms become automatic. Forms become automatic. ധാരാളം എക്സ്പോഷർ ടു ലാംഗ്വേജ്. എക്സ്പോഷർ ടു ലാംഗ്വേജ് ആണ്. ലാംഗ്വേജും ധാരാളം ഇങ്ങനെ കേൾക്കുന്നു ക്ലാസ് റൂമിൽ ഡിറക്റ്റ് മെത്തേഡിൽ. അതാണ് എക്സ്റ്റെൻസീവ് ലിസണിങ് ആൻഡ് ഇമിറ്റേഷൻ അണ്ടിൽ ഫോംസ് ബിക്കം ഓട്ടോമാറ്റിക്. മോസ്റ്റ് ഓഫ് ദ വർക്ക് ഡൺ ഇൻ ക്ലാസ്, more class hours needed for the method. Most of the work done in classroom. Direct methodil classroomil ധാരാളം വർക്ക് ചെയ്യുന്നു. This is time consuming ആണ്. The first few weeks devoted to pronunciation. അതാണ്. We give to importance to what? Pronunciation. They want to speak like native speakers. നാറ്റീവ് സ്പീക്കേഴ്സ്, അതായത് ജനറൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ഉണ്ട്, GI ഉണ്ട്, അത് ഫോളോ ചെയ്യല, RP തന്നെ ഫോളോ ചെയ്യും. പ്രൈമറി ലെസൺസ് ഓഫ് പ്രൊനൗൺസിയേഷൻ കൊടുക്കും. കീ ടു ഫൊണറ്റിക് സിംബൽസ് പഠിപ്പിക്കും. അതാണ്. ഒരു ക്വസ്റ്റ്യൻ വരാം. നിങ്ങളെ കുട്ടികൾ ഇൻ സ്പൈറ്റ് ഓഫ് യുവർ ടീച്ചിങ്, യുവർ സ്റ്റുഡൻസ് ആർ വെരി പുവർ ഇൻ സ്പെല്ലിംഗ് ആൻഡ് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ വാട്ട് ആർ ദ റെമീഡിയൽ മെഷേഴ്സ് യു വിൽ അണ്ടർടേക്ക്? ചോദ്യം വരികയാണ്. അപ്പം നിങ്ങൾ പറയണം എന്താണ് റെമീഡിയൽ പ്രൊനൗൺസിയേഷൻ്റെ ബേസിക്സ്. ഇംഗ്ലീഷ് ഈസ് അൺഫോണറ്റിക് ലാംഗ്വേജ്. ചില ഇംഗ്ലീഷ് സൗണ്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് മോണോലിംഗൽ, ബൈലിംഗൽ സൗണ്ട്സ് നമ്മൾ, അതായത് ഈ വേർഡ് സ്ട്രെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പിന്നെ ഒരു സിലബിൾ സ്ട്രെസ് ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. പിന്നെ അതുപോലെ ഓരോ വേർഡ്സിൻ്റെയും പ്രൊനൗൺസിയേഷൻ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു, ഡ്രില്ല് ചെയ്യുന്നു. ക്ലാസ് റൂമിൽ ഇംഗ്ലീഷ് സ്മാർട്ട് റൂം ഉണ്ടാകും. മിക്കവാറും എല്ലാ സ്കൂൾസിലും വി ഹാവ് സ്മാർട്ട് റൂം ക്ലാസ്സസ്. ആ സ്മാർട്ട് റൂം ക്ലാസ്സസിൽ അവർക്ക് എക്സ്ട്രാ ടൈം എടുത്തിട്ട്, എക്സ്ട്രാ പേഷ്യൻസ് നൽകി, എക്സ്ട്രാ സമയം എടുത്തിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കും എന്ന് പറയണം. യു ആർ സപ്പോസ് ടു സേ ലൈക്ക് ദറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഒരുപാട് പഠിപ്പിക്കുന്നു. ഇൻ സ്പൈറ്റ് ഓഫ് യുവർ extensive training, children, your students are not able to speak properly. Their pronunciation is very bad. They do not know how to pronounce a word. The pronunciation is very bad. What are the measures you will adopt? ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, നമ്മൾ എക്സാക്ട് പ്രൊനൗൺസിയേഷൻ്റെ മോഡൽസ് അവർക്ക് കൊടുക്കും, ക്ലാസ്സിൽ എക്സസൈസസ് ചെയ്യും, എക്സ്ട്രാ ടൈം കണ്ടെത്തിയിട്ട് വീക്കായ സ്റ്റുഡൻസ് നമ്മൾ സെലക്ട് ചെയ്യും, എന്നിട്ട് അവരെ പഠിപ്പിക്കും. ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നമ്മൾ സ്വീകരിക്കും. അപ്പം ഈ ഡിറക്റ്റ് മെത്തേഡിൽ പ്രൊനൗൺസിയേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. RP ഈസ് ഫോളോഡ്.
അതാണ് RP ഈസ് ഫോളോഡ്. ദെൻ ദ നാച്ചുറൽ മെത്തേഡ് എന്നൊരു മെത്തേഡ് ഉണ്ട്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഉണ്ടോ? ഇതാണ് ലിസണിങ് നാച്ചുറൽ മെത്തേഡ് എന്ന് പറയും. ക്രാഷിൻ്റെ തിയറിയാണ് നാച്ചുറൽ മെത്തേഡ്. അതിലാണ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഇത് സൈക്കോളജിക്കൽ മെത്തേഡാണ്. സൈക്കോളജി മെത്തേഡ്, മെൻ്റൽ വിഷ്വലൈസേഷൻ ആൻഡ് ദ അസോസിയേഷൻ ഓഫ് ഐഡിയാസ് ആണ്. മെൻ്റൽ വിഷ്വലൈസേഷൻ ആൻഡ് അസോസിയേഷൻ ഓഫ് ഐഡിയാസ്. ഫോണറ്റിക് മെത്തേഡ്, റിഫോം ഓർ ഓറൽ മെത്തേഡ്, ഗ്രാമർ ഈസ് ഇൻഡക്റ്റീവ്. The eclectic method called method active, a compromise. This is an eclectic method means benefit from all methods. എല്ലാ മെത്തേഡിനും അതിൻ്റേതായ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്. ഇപ്പം ഡയറക്റ്റ് മെത്തേഡ്, ഗ്രാമർ കം ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഓറൽ അപ്രോച്ച്, സിറ്റുവേഷണൽ അപ്രോച്ച് ഉണ്ട്, സ്ട്രക്ചറൽ അപ്രോച്ച് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ഉണ്ട്, നാച്ചുറൽ മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ്സിനൊക്കെ തന്നെ അതിൻ്റേതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. പക്ഷേ എല്ലാ മെത്തേഡ്സിൻ്റെയും മെറിറ്റ്സ് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കോംപ്രമൈസ് മെത്തേഡാണ് എക്ലക്റ്റിക് മെത്തേഡ്. ഈ എക്ലക്റ്റിക് ബെനിഫിറ്റ് ഫ്രം ഓൾ മെത്തേഡ്സ് എന്നാണ് പറഞ്ഞത്. എല്ലാ മെത്തേഡ്സും ബെനിഫിറ്റ് ആക്കുക. അങ്ങനെ മെത്തഡോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ഡിറക്റ്റ് മെത്തേഡ് ഉണ്ട്, GMT ഉണ്ട്, ഗ്രാമർ കം ട്രാൻസ്ലേഷൻ മെത്തേഡ് ഉണ്ട്. കണ്ടോ? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാണ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്. പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ മെത്തേഡ് ഉണ്ട്, സിറ്റുവേഷണൽ അപ്രോച്ച് ഉണ്ട്, സ്ട്രക്ചറൽ അപ്രോച്ച് ഉണ്ട്. അപ്പോൾ ഇത്തരം കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ഉണ്ട്. അപ്പോൾ ഇത്തരം മെത്തേഡ്സിൻ്റെ ഒക്കെ തന്നെ ഈ ബെനഫിറ്റ്സ് മുഴുവൻ സമാഹരിക്കുന്ന ഒരു കോംപ്രമൈസ് മെത്തേഡാണ് എന്ത് എക്ലക്റ്റിക് മെത്തേഡ്. സജസ്റ്റോപീഡിയ എന്നൊരു മെത്തേഡ് ഉണ്ട്. അതായത് അത് ഒരു പുതിയ മെത്തഡോളജിയാണ്. അപ്പോൾ അത്തരം മെത്തേഡ്സിൻ്റെ ഒക്കെ തന്നെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നു. ദ യൂണിറ്റ് മെത്തേഡ് ഉണ്ട്. ദിസ് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് 5 steps ഓർ ദ ഹെർബാർഷ്യൻ സിസ്റ്റം ഓഫ് ടീച്ചിങ്. ഹെർബാർഷ്യൻ സ്റ്റെപ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയും. 5, അതാണ് യൂണിറ്റ് മെത്തേഡ്. അതാണ് ഹെർബാർഷ്യൻ സ്റ്റെപ്സ് എന്ന് പറയും. ദീസ് ആർ വാട്ട് ആർ ദ മെത്തേഡ്സ്? ഹെർബാർഷ്യൻ സ്റ്റെപ്സ് എന്ന് പറയും. ഹെർബാർഷ്യൻ സ്റ്റെപ്സ്, യൂണിറ്റ് മെത്തേഡ്, ഇതാണ് ഹെർബാർഷ്യൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതിലാണ് സ്റ്റുഡൻറ്റ് പ്രിപ്പറേഷൻ ഫസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് മെറ്റീരിയൽ, ഗൈഡൻസ് ത്രൂ ഇൻഡക്ഷൻ, ജനറലൈസേഷൻ, ആപ്ലിക്കേഷൻ. ദീസ് ആർ ദ ഹെർബാർഷ്യൻ സ്റ്റെപ്സ് ഇൻ യൂണിറ്റ് മെത്തേഡ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ദെൻ ഓൾ ടീച്ചിങ്, whether good or bad, must include some sort of selection, gradation, representation, repetition. Because structural approach gives importance to what? Structural approach നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ് സെലക്ഷൻ ഗ്രഡേഷൻ ആണ്. അപ്പം ഓൾ ടീച്ചിങ് വെദർ ഗുഡ് ഓർ ബാഡ് മസ്റ്റ് ഇൻക്ലൂഡ് സം സോർട്ട് ഓഫ് സെലക്ഷൻ, gradation, presentation and repetition. Then selection എന്താന്ന് നോക്കുക. It is impossible to teach the whole field of knowledge. അതാണ് ഒരു ക്ലാസ് റൂമിൽ ഇംഗ്ലീഷിലെ ഹോൾ ഫീൽഡ് ഓഫ് നോളജ് മുഴുവൻ പഠിപ്പിക്കാൻ we are not able to teach all the whole knowledge. അതാണ് the whole field of knowledge. So, we are forced to select part of it. We wish to teach. See, we are forced to select the part of it we wish to teach. This is called selection. നമ്മൾ സെലക്റ്റീവ് ആണ്. ഹോൾ നോളജ് മൊത്തം പഠിപ്പിക്കാനാകില്ല. അപ്പോൾ വി സെലക്ട്, ഇത്ര മാത്രം സെലക്ട് ചെയ്യുന്നു. പിന്നെ ഗ്രഡേഷനാണ്. It is important what we have selected. നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് ഇത്രയും വൊക്കാബുലറി പഠിപ്പിക്കാൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇംഗ്ലീഷിൽ 5 മില്യൺ വൊക്കാബുലറി കൂടുതലുണ്ട്. 3 മില്യൺ പീപ്പിൾ സംസാരിക്കുന്ന ഭാഷയാണ്. അപ്പോൾ ഈ മുഴുവൻ വൊക്കാബുലറിയും പഠിപ്പിക്കാനാകില്ല. അപ്പോൾ വി സെലക്ട് ചെയ്ത വൊക്കാബുലറി മുഴുവൻ പഠിപ്പിക്കാനാകില്ല. സോ എന്താ, വി ആർ ഫോഴ്സ്ഡ് ടു പുട്ട് സംതിങ് ബിഫോർ ആൻഡ് ആഫ്റ്റർ സംതിങ് എൽസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഗ്രഡേഷൻ, ഗ്രേഡ് ചെയ്യുന്നു.
we are forced to put something before or after something else. അപ്പോൾ ചിലത് മുമ്പ് പഠിപ്പിക്കണം, ചിലത് പിമ്പ് പഠിപ്പിക്കണം. സെലക്ട് ചെയ്ത സാധനങ്ങൾ. ദറ്റ് ഈസ് കോൾഡ് ഗ്രഡേഷൻ. ഇനി തേർഡ് വൺ ഈസ് പ്രസൻറ്റേഷൻ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ടീച്ച് വിത്തൗട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ഓർ ടു കമ്മ്യൂണിക്കേറ്റ്. It is impossible to teach without communicating or to communicate. So we presentation നടത്തുന്നു. Any direct method എടുക്കുന്നു. This method is more logical and scientific way of teaching English. As in this method, neither the teacher nor the learner is allowed to use mother tongue. Direct methodലാണെങ്കിൽ neither teacher nor the student is allowed to use mother tongue. Mother tongue, no. Teacher has to create the atmosphere of the particular lesson in the classroom. In direct method, teacher has to create a particular lesson in the classroom and he has to show, use, point out or tell about various objects, pictures, models, etc. to explain the lesson. See, here the child imitates. This is based on behavioral psychology. Behaviorism, direct method. Then, see, for example, letter writing, postcards, stamps. Teacher has to take the students to the garden to teach flowers, caves, plants, trees, etc. Along with the teaching with the direct method, structural method has also been developed. ഈ direct method, grammar cum translation method വന്നപ്പോഴാണ് structural method ഡെവലപ്പ് ചെയ്തത്. So, teach various sentence structures, words prescribed for school classes. School class structural approach എന്ന് പറഞ്ഞിട്ട് structural approach പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ RI, ഇതൊക്കെ സ്ഥാപിച്ചത് സ്ട്രക്ചർ അപ്രോച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹാസ് ബീൻ ഡെവലപ്പ് ടു ടീച്ച് വാരിയസ് സെൻറ്റൻസസ്, സ്ട്രക്ചേഴ്സ് ആൻഡ് വേർഡ്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ സ്കൂൾ ക്ലാസ്സസ്. ത്രൂ സ്ട്രക്ചേഴ്സ് ഇംഗ്ലീഷ് ക്യാൻ ഓൾസോ ബി ടോട്ട്. അതാണ് സ്ട്രക്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ കഴിയും. 10ാം ക്ലാസ്സിൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ സ്ട്രക്ചർ പഠിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാഠം അങ്ങനെ തന്നെ മാറ്റുന്നു. എബ്രഹാം ലിങ്കൻ്റെ പാഠത്തിൽ എബ്രഹാം ലിങ്കനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിൽ ഇപ്പോൾ ടോൾസ്റ്റോയുടെ സ്റ്റോറി പഠിപ്പിക്കുമ്പോൾ സ്ട്രക്ചർ അപ്രോച്ചിന് വേണ്ടിയിട്ട് പുതിയ പുതിയ വേർഡ്സ്, സ്ട്രക്ചേഴ്സ് ഉൾപ്പെടുത്തി അവിടെ റീറൈറ്റ് ചെയ്യുന്നു. അതാണ് സ്ട്രക്ചേഴ്സ് ഇംഗ്ലീഷ് ക്യാൻ ഓൾസോ ബി ടോട്ട് ആൻഡ് ലേൺഡ് എ ബിറ്റ് ഈസിലി ആൻഡ് ഏർലി, ബട്ട് സ്ട്രക്ചേഴ്സ് ആർ ടു ബി ഗ്രേഡ് അറ്റ്. അതാണ് പാസീവ് എന്നുള്ള സ്ട്രക്ചർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കഥ നമ്മൾ മാറ്റി എഴുതുകയാണ്. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ദ ചൈൽഡ് ഈസ് ഏബിൾ ടു ഓർ ദ ലേണർ ഈസ് ഏബിൾ ടു യൂസ് ദ ലാംഗ്വേജ്. അതിനു വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ സെലക്ഷൻ നടത്തുന്നു, ഗ്രഡേഷൻ നടത്തുന്നു. സം വേർഡ്സ്, കുറേ വേർഡ്സ് ഉണ്ടാവും. ഈ വേർഡ്സ് മൊത്തം പഠിപ്പിക്കാനാണ് സെലക്ട് ചെയ്യുന്നു. ആ സെലക്ഷൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്ത സാധനങ്ങൾ മൊത്തം പഠിപ്പിക്കാനാകില്ല, ഗ്രേഡ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, അത് പ്രസൻറ്റ് ചെയ്യുന്നു, പ്രസൻറ്റേഷൻ. അതിനാണ് എന്ത് ചെയ്യുന്നത്, ഗ്രേഡഡ് ആൻഡ് പ്രസൻറ്റഡ്. ഇനി ട്രാൻസ്ലേഷൻ, ഇതിനൊരു വലിയ മാറ്റം വരികയാണ്. ഡിറക്റ്റ് മെത്തേഡ് ഈസ് എ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഫോറിൻ ലാംഗ്വേജ്, എസ്പെഷ്യലി മോഡേൺ ലാംഗ്വേജ്, ത്രൂ കോൺവെർസേഷൻ, ഡിസ്കഷൻ, reading in the language itself without the use of people's language, without translation, and without the study of formal grammar. ഫോർമൽ ഗ്രാമറോ ട്രാൻസ്ലേഷനോ ഒന്നുമില്ലാതെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഡയറക്റ്റ് മെത്തേഡ്. ദ ഫസ്റ്റ് വേർഡ്സ് ആർ ടോട്ട് ബൈ പോയിൻറ്റിങ് ടു ഒബ്ജക്ട്സ്, പിക്ചേഴ്സ് ഓർ ബൈ പെർഫോമിങ് ആക്ഷൻസ്. ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഇതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു ക്ലാസ്സിൽ. എൻ്റെ കുട്ടികളെ അക്വയർ ചെയ്യുന്ന ലാംഗ്വേജ്, മദർ ടങ് തീരെ യൂസ് ചെയ്യുന്നില്ല. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. എന്നാൽ ഈ മദർ ടങ് ബാൻഡാണ്. മദർ ടങ് ഈസ് ബാൻഡ്. ബൈലിംഗൽ ഡിക്ഷണറി യൂസ് ചെയ്യുന്നില്ല. ഇംഗ്ലീഷ് മീനിങ് ട്രാൻസ്ലേഷൻ നോട്ട് അലൗഡ്. ഇംഗ്ലീഷ് മീനിങ് ഇംഗ്ലീഷ് തന്നെ എഴുതിയെടുക്കുന്നു, മലയാളം തീരെ പാടില്ല. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇതിനെതിരായിട്ട് വന്ന മെത്തേഡാണ് ഈ മെത്തേഡ്സ്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് വന്നു.
പിന്നീട് സ്ട്രക്ചറൽ അപ്രോച്ച് വന്നു. സ്ട്രക്ചറൽ അപ്രോച്ച്, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്, CLT ലാംഗ്വേജ് ടീച്ചിങ് വന്നു. സ്ട്രക്ചർ അപ്രോച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെ സൈക്കോളജിക്കലായിട്ട് പ്രശ്നമുണ്ട്. ബിഹേവിയർ സൈക്കോളജി ഈസ് റീപ്ലേസ്ഡ് ബൈ കോഗ്നിറ്റീവ് സൈക്കോളജി. ബിഹേവിയറിസം മാറിയിട്ട് കോഗ്നിറ്റീവ് സൈക്കോളജി ഡെവലപ്പ് ചെയ്യുന്നു. GNPRയും ബ്രൂണറൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. നോം ചോംസ്കിയുടെ സിദ്ധാന്തങ്ങൾ വരുന്നു. വൈഗോട്സ്കി സോഷ്യൽ കൺസ്ട്രക്ഷൻ വരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ വലിയ മാറ്റം വരികയാണ്. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും എന്ത് ചെയ്യില്ല, മെത്തഡോളജി ഡിഫറെൻ്റാണ്, പക്ഷേ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നില്ല. അതായത് നമ്മളെ കുട്ടികൾ, കേരളത്തിലെ കുട്ടികൾ ഈ പൊതുവെ വരുന്ന ഇൻ്റർവ്യൂവിലൊക്കെ ദർ പെർഫോമൻസ് ഈസ് സോ പതറ്റിക്കാണ്, വളരെ പതറ്റിക്കാണ്. ദേ നോ ഇംഗ്ലീഷ് ബട്ട് ദേ ആർ നോട്ട് ടു പ്രസൻറ്റ് വെൽ. ഇതിനാണ് പാഠ്യപദ്ധതി നമ്മൾ പരിഷ്കരിച്ചത്. പാഠ്യപദ്ധതി പരിഷ്കരിച്ച ഒരു മെത്തേഡ്സ് ഒന്നും പറഞ്ഞില്ല. അതിൽ വളരെ എന്ത് ചെയ്യുന്നു, നമ്മളെങ്ങനെയാണ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റിൽ ഒരു മെത്തേഡ്സിനെ കുറിച്ചും പ്രത്യേകത കൊടുക്കാതെ ഈ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ചൈൽഡ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റീവ്ലി കോമ്പിറ്റൻറ്റ്. ക്രാഷിൻ്റെ തിയറി തന്നെയാണ് കൊണ്ടുവരുന്നത്. ലാംഗ്വേജ് യൂസ്, അതായത് യൂസ് ആണ് ഒരു ലാംഗ്വേജ്. ചൈൽഡ് ഈസ് ഏബിൾ ടു യൂസ്. ഇറേഴ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഇറേഴ്സ് മേ ബി ട്രീറ്റ് ആസ് ഫ്രണ്ട്സ്. ഇറേഴ്സ് കുട്ടി ഈ ചെറിയ ലെവലൊക്കെ കുട്ടി മിസ്റ്റേക്സ് ഉണ്ടാക്കും, അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുക. എന്നിട്ട് കുട്ടീനെ കോമ്പിറ്റൻ്റ് ആക്കുക സംസാരിപ്പിക്കാൻ. പിന്നെ മദർ ടങ് ആണെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് പറയുന്നത് പറഞ്ഞാൽ ജുഡീഷ്യസ് യൂസ് ഓഫ് ഡയറക്റ്റ് മെത്തേഡിൽ ഈ മദർ ടങ് ഈസ് ബാൻഡാണ്. എന്നാൽ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ജുഡീഷ്യസ് യൂസ് ഓഫ് മദർ ടങ് ആണ്. ചെറിയ കാര്യം ഒരു അബ്സ്ട്രാക്റ്റ് രംഗം കുട്ടിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ടീച്ചർ എന്ത് ചെയ്യണം, ജുഡീഷ്യസ് ആയിട്ട് ലാംഗ്വേജ് മദർ ടങ് പറഞ്ഞു കൊടുക്കണം. അതായത് അവിടെയാണ് ദ ഫെലിസിറ്റേറ്റർ സ്കഫോൾഡിങ് നടക്കുന്നത്. ഇങ്ങനെ കുട്ടിക്ക് പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇത് മെത്തേഡ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ആമുഖമായി പറഞ്ഞതാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആക്കിയതാണ്. മെത്തേഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് ഏതൊക്കെയാണ് മെത്തേഡ്സ്, ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, പിന്നെ ട്രാൻസിഷൻ ഉണ്ട്, അതുപോലെ തന്നെ അവിടെ ഉണ്ടായി ലാംഗ്വേജ് ഇമ്മേഴ്ഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേറ്റ് ലാംഗ്വേജ് ടീച്ചിങ് ഉണ്ട്, സ്ട്രക്ചറൽ അപ്രോച്ച് ഉണ്ട്, സിറ്റുവേഷണൽ ഓറൽ അപ്രോച്ച് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം മെത്തേഡ്സ് ഉണ്ട്. പിന്നെ എക്ലക്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിന് ഒരുപാട് ഡെവലപ്മെൻറ്റ്സും റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഓരോ ടീച്ചറെ സംബന്ധിച്ചുള്ള ആ ടീച്ചർ അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിക്ക് അനുസരിച്ചിരിക്കും. നിങ്ങൾ ഒരു ക്ലിയർ കട്ടായ അല്ലെങ്കിൽ ഒരു ഫുൾ പ്രൂഫായ തിയറിയൊന്നും ഒരിക്കലുമില്ല. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങളത് ആ സന്ദർഭം വെച്ചുകൊണ്ട് പറയും. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അത് മെത്തേഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് കൃത്യമാവുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ബേസിക്കായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ എപ്പോഴും ക്ലാസ് റൂം സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പം നിങ്ങളുടെ അപ്രോച്ച് എന്തായിരിക്കും? ഇപ്പം ഗ്രാമർ പഠിപ്പിക്കുന്നു, ഗ്രാമർ ഇല്ല കുട്ടികൾക്ക്, ഗ്രാമർ ഇല്ലാത്ത കുട്ടികൾ, ഗ്രാമർ തീരെ ഇല്ല, പ്രിസിഷൻ ഇല്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ തീരെ, അതായത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും ദേ ഹാവ് നോ ഗ്രാമാറ്റിക്കൽ പ്രിസിഷൻ. നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ആദ്യം കുട്ടികളെ എക്സ്പ്രസ് ചെയ്യാനാണ് പഠിപ്പിക്കേണ്ടത്. യു നീഡ് നോട്ട് ഗീവ് ഇമ്പോർട്ടൻസ് ടു ഗ്രാമർ ആൻഡ് ഓൾ. യു ട്രൈ ടു മേക്ക് ദം സ്പീക്ക് ഇൻ ദ ക്ലാസ്. നിങ്ങളെ സിറ്റുവേഷൻ വെച്ച് കുട്ടിക്ക് എന്ത് ചെയ്യണം? കുട്ടിക്ക് ഇനീബിഷൻസ് ഇല്ലാതെ കാര്യങ്ങൾ പറയാൻ കഴിയണം. ഞാൻ തെറ്റുമോ എന്നുള്ള പേടിയില്ലാതെ ഇംഗ്ലീഷ് പറയാനുള്ള ഒരു സ്ട്രെങ്ത്ത് അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയണം കുട്ടികളിൽ. അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. We make them express in the classroom. Whatever may be the ideas, he is able to express. അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. കുട്ടിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് ആണ് ഞാൻ നൽകുക എന്ന് പറയണം. പഠിതാവിന് എന്താണ്? The boy is unwilling or reluctant to speak in the class because he knows language, but he is reluctant. Why? Because he is reluctant because he has no confidence at all. So I try to
win, I try to give him maximum confidence. അതാണ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയാണ് ഞാൻ ക്ലാസ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ചോദിച്ചാൽ പറയണം. ഓക്കെ, ഇതാണ് മെത്തഡോളജിയെക്കുറിച്ച് പറയാനുള്ളത്. ഡിറക്റ്റ് മെത്തേഡ്, ഗ്രാമർ കം ട്രാൻസ്ഫർമേഷൻ, സ്ട്രക്ചറൽ അപ്രോച്ച്, CLT. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്. അപ്പോൾ ഈ അപ്രോച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും വി ബെനിഫിറ്റ് ഫ്രം ഓൾ മെത്തേഡ്സ്. അതാണ് ഒരു കോംപ്രമൈസ് മെത്തേഡ് എന്ന് പറയുന്നത്, എക്ലക്റ്റിക് മെത്തേഡ്. ഇതാണ് മെത്തേഡ്സ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി ഒരു 5 or 6 ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യും. അതായത് മെത്തഡോളജി നമ്മൾ അവസാനിപ്പിക്കും. ഓക്കെ, ലെറ്റ് us stop now.